Good morning to one and all, and warm welcome to our 24th online class. In the last session, we completed the line and functional organization systems. There are three classifications of organization functions depending on or on the basis of the structure. What are they? Line organization, functional organization, and line and staff organization. So, in the previous class we already discussed about the line and the functional organization. So, the left classification, that is the line and staff organization. So, first we want to discuss about the line and staff organization. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള കമാൻഡ്സ് വരുന്ന ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ടോട്ടൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ വളരെയധികം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് തന്നെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു തിങ്കിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ലൈൻ ഫങ്ഷൻ്റെയും ലൈൻ ഓർഗനൈസേഷൻ്റെയും ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും മെറിറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡിമെറിറ്റ്സിനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെയും മെറിറ്റ്സ് എല്ലാം കൂടി ഒത്തുചേർത്തുകൊണ്ട്, അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ആ കാറ്റഗറിയും കൂടിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിനെയാണ് നമുക്കിവിടെ എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ദ മെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ലൈൻ സ്ട്രക്ചർ ആൻഡ് ദ ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇവിടെ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്തിലൊക്കെ ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്? ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനും അതുപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ പറയാം. സോ it will give a more concentration on the control and the division of labor. ഡിവിഷൻ ഓഫ് വർക്കും അതുപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുന്നതിനും ഒരേപോലെ ഇമ്പോർട്ടൻസ്, ഒരു ബാലൻസിങ് എന്ന് പറയുന്ന ആ ഒരു തിങ്കിങ് ആണ് ഇവിടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. മോഡേൺ തിങ്കേഴ്സ് അതുപോലെ തന്നെ മോഡേൺ പ്ലാനിങ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സിസ്റ്റമാണ്. എലനാണ്, ലൂയിസ് എ എലനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ തിങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. അദ്ദേഹം ക്ലിയറായിട്ട് തന്നെ ലൈൻ എന്ന് പറയുന്നതിന് എന്തായിട്ട് റെഫർ ചെയ്യുന്നു, സ്റ്റാഫ് എന്ന് പറയുന്നതിനെ എന്തായിട്ടാണ് റെഫർ ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിസിലാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. So first of all we will discuss about what is the meaning of line according to Louis A. Allen. So line refers to those positions and elements of the organization which have the responsibility and authority and are accountable for accomplishment of primary objectives. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ പൊസിഷൻസ് എന്ന് പറയുന്നതിനെ ഒരു ടുഗദർനെസ്, അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നൊരു മെത്തേഡിനെയാണ് ഇവിടെ എന്തായിട്ട് അലൻ പറയുന്നത് ലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈൻ എന്ന് പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഒരു പാർട്ട് ഓഫ് ജോബാണ്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ പൊസിഷൻസും എലമെൻസിനെയും ഇവിടെ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഒരു ഓർഗനൈസേഷൻ്റെ അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്കുള്ള ഒരു ഡയറക്ഷനെയാണ് ലൈൻ എന്നതുകൊണ്ട് ലൂയിസ് ഇവിടെ
എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേസമയം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ലൂയിസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? That is, staff refers to those elements which have responsibility and authority for providing advice and service to line in attainment of objectives. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഓരോ ലൈൻ മാനേജേഴ്സിൻ്റെയും അഡ്വൈസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ സ്റ്റാഫ് എന്ന് പറയുന്നത് കൊണ്ട് ലൂയിസ് എലൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലൈൻ എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളും സ്റ്റാഫ് എന്ന് പറയുന്നത് അഡ്വൈസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്ന ആ രണ്ട് സ്കൂൾ ഓഫ് തിങ്കിങ് ആണ് ഇവിടെ എലൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ്റെ ബേസിസിൽ നമുക്ക് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പാണ് ഇവിടെ ലൂയിസ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് രണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ലൈൻ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സ്റ്റാഫ് റിലേഷൻഷിപ്പ് ഒരു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡയറക്റ്റ് ഓർ ലൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിലാണ്. അതേസമയം സ്റ്റാഫ് അതോറിറ്റി എന്ന് പറയുന്നത് അഡ്വൈസിങ് ആൻഡ് സപ്പോർട്ടിങ്, അവരെ എങ്ങനെയാണ് ഒരു മാർഗനിർദ്ദേശം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനമാണ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈൻ അതോറിറ്റി എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈൻ അതോറിറ്റി? ദ അതോറിറ്റി ടു മേക്ക് ദ ഡിസിഷൻസ് ആൻഡ് ടു ടേക്ക് ദ ആക്ഷൻസ്. പ്രവർത്തനത്തിലേക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പമുള്ള ഡിസിഷൻസിനെയാണ് ലൈൻ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേസമയം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്റ്റാഫ് അതോറിറ്റി? ദാറ്റ് മീൻസ് അതോറിറ്റി ടു അഡ്വൈസ്, ടു സപ്പോർട്ട് ആൻഡ് സെർവ്. അവിടെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ്, അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലൈൻ മാനേജേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സും ഉണ്ടായിരിക്കണം. ലൈൻ മാനേജേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഡിസിഷൻസ് ആണ്. അതേസമയം സ്റ്റാഫ് മാനേജേഴ്സ് ആണെങ്കിൽ അവിടെ കൂടുതലായിട്ട് ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് അഡ്വൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈൻ അതോറിറ്റിയിൽ നമ്മൾ പറഞ്ഞാൽ ലൈൻ മാനേജേഴ്സ് അവിടെ കൂടുതലായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റാവുന്നത് സ്ട്രിക്ട്ലി കം അണ്ടർ ദ ചെയിൻ ഓഫ് കമാൻഡ് ആസ് ഇൻ ദ കേസ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നതാണ് ലൈൻ ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന് അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ആക്ഷൻസിൻ്റെ കാര്യത്തിലായാലും അവിടെ കൂടുതലായിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടാണ് ലൈൻ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, സ്റ്റാഫ് ഓർഗനൈസേഷനിൽ അവിടെ വരുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്തിലാണ്? അഡ്വൈസ് ടു ദ സ്റ്റാഫ്. ലൈൻ മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ സ്റ്റാഫ് ഓർഗനൈസേഷനിൽ വരുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളതിന് യാതൊരു നിർബന്ധമില്ല. അവർ ഉപദേശിക്കുക, നല്ലതാണെങ്കിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിന് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം മാത്രമാണ് എവിടെ നടക്കുന്നത്? സ്റ്റാഫ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്. അപ്പോൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ദേ ആർ ഓൾസോ അക്കൗണ്ടബിൾ ഫോർ ദ അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള അക്കൗണ്ടബിലിറ്റി വരുമ്പോൾ ആരുടെ അക്കൗണ്ടബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിച്ച് ആർ ഡൺ ബൈ ദ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതേസമയം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? തിങ്കേഴ്സ്, ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം മാത്രമായിട്ടാണ് നമുക്ക് സ്റ്റാഫ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നമുക്ക് എയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ലൈൻ മാനേജേഴ്സിന് നമുക്ക് എന്തായിട്ട് പറയാം? ഡൂവേഴ്സ് എന്ന് പറയാം. സ്റ്റാഫ് മാനേജേഴ്സിന് നമുക്ക് തിങ്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പം നിങ്ങൾക്ക് ഏകദേശം നമ്മളുടെ സ്റ്റാഫ് ആൻഡ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെന്തൊക്കെയാണ് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ദ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ്. അപ്പം നമ്മളുടെ മീനിങ്ങിൻ്റെ ബേസിസിൽ തന്നെയാണ് നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ദർ ആർ 2 ടൈപ്സ് ഓഫ് മാനേജേഴ്സ്. 2 തരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള മാനേജേഴ്സ് എന്ന് പറയുന്നത്? ലൈൻ മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? തിങ്കേഴ്സും, അതേസമയം സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഡൂവേഴ്സും, സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? തിങ്കേഴ്സാണ്. അപ്പോൾ ലൈൻ മാനേജേഴ്സിൻ്റെ ഫസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് ആണ്. അതേസമയം സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഫസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗിവിങ് അഡ്വൈസ് ആൻഡ് സപ്പോർട്ട് ടു ദ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് സ്റ്റാഫ് മാനേജേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ, സ്റ്റാഫ് മാനേജേഴ്സ് ഡു നോട്ട് കം അണ്ടർ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഒരിക്കലും സ്റ്റാഫ് മാനേജേഴ്സ് നമ്മുടെ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നില്ല. ഡയറക്ഷൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് മാത്രമേ വരാനായിട്ട് സാധിക്കുള്ളൂ? ലൈൻ മാനേജേഴ്സിൽ നിന്ന് മാത്രമേ വരാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ, സ്റ്റാഫ് മാനേജേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദ വർക്കേഴ്സ്. ഒരിക്കലും വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിലേക്ക് ആരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? സ്റ്റാഫ് മാനേജേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യില്ല. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? അഡ്വൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് ആരെ അഡ്വൈസ് ചെയ്യണം? ലൈൻ മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം മാത്രമേ നമുക്ക് സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതും അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. And there is a conflict between line and the staff managers. ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് മാനേജേഴ്സും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കൂടി നമ്മളുടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അതിൻ്റെ സമ്മറി ഒന്ന് പറയാം. 2 ടൈപ്പ് ഓഫ് മാനേജേഴ്സ് ആണുള്ളത്. സ്റ്റാഫ് മാനേജേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ മാനേജേഴ്സ് ഉണ്ട്. ലൈൻ മാനേജേഴ്സ് ഡൂയിങ് ഫങ്ഷൻ, അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റാഫ് മാനേജേഴ്സ് തിങ്കേഴ്സ് ആണ്. അവർ അഡ്വൈസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ. നെക്സ്റ്റ് ഫീച്ചർ, സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നവർക്ക് ചെയിൻ ഓഫ് കമാൻഡ് ഇല്ല, അതുപോലെ തന്നെ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. ഇത്രയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് പറയാവുന്നത് എന്തൊക്കെയാണ്? നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് എൻജോയ്സ് ദ അഡ്വൈസ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ഓർ ദ എക്സ്പെർട്ട് പേഴ്സൺസ്. സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് തിങ്കേഴ്സ് ആണെങ്കിൽ അവർ എക്സ്പേർട്ടുകളായിരിക്കും, പ്രൊഫഷണൽസ് ആയിരിക്കും, കൺസൾട്ടൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് ലഭിക്കും എന്നുള്ളതാണ് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. There is expert advice from the staff enables line managers to take a better and prompt decisions. ലൈൻ മാനേജേഴ്സ് ആണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. അവർക്ക് സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്ന എക്സ്പേർട്സിൻ്റെ അഡ്വൈസോടുകൂടി നല്ലൊരു ഡിസിഷൻ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. Next one, unity of command is maintained as staff managers do not interfere with the workers of the line managers. Line managers-ന്റെ കീഴിലായിരിക്കും സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ സ്റ്റാഫ് മാനേജേഴ്സിന് ലൈൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നതോ ലൈൻ ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് കമാൻഡ് എന്ന് പറയുന്നതോ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിലേക്ക് സ്റ്റാഫ് മാനേജേഴ്സ് ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ആര് മാത്രമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആര് മാത്രമാണ്? ലൈൻ മാനേജേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡിലോ യൂണിറ്റി ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഫാക്ടറിൽ സ്റ്റാഫ് മാനേജേഴ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്.
നെക്സ്റ്റ് ബെനിഫിറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് സ്റ്റാഫ് മാനേജേഴ്സ് റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിന് കൂടുതലായിട്ട് കമാൻഡിങ് കൺട്രോളിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറിൽ സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് തന്നെ കൺട്രോളിങ് കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ബെനിഫിറ്റ് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് കമ്പൈൻഡ് വർക്ക് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ് കോൺട്രിബ്യൂട്ട്സ് ടു ഇംപ്രൂവ്ഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ലൈൻ മാനേജേഴ്സിൻ്റെയും സ്റ്റാഫ് മാനേജേഴ്സിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് വളരെയധികം പെർഫോമൻസ് കീപ്പ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ലെവലിലേക്ക് എൻഹാൻസ് ചെയ്യാനും എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഒരു മെറിറ്റായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷന് അവെയിൽ ചെയ്യാവുന്നത്. ഏതൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് അഡ്വൈസ് കിട്ടും, ഈസി ആയിട്ട് ലൈൻ മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലൈൻ മാനേജേഴ്സിന് കൂടുതൽ കോൺസെൻട്രേഷൻ കമാൻഡിങ് അല്ലെങ്കിൽ കൺട്രോളിങ് കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാഫ് മാനേജേഴ്സ് ഒരിക്കലും ലൈൻ മാനേജേഴ്സിൻ്റെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനോ കമാൻഡ് ചെയ്യാനോ അവർ പോകുന്നില്ല. ഓരോ ലൈൻ മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഓവറോൾ തന്നെ ഒരു ഇൻക്രീസ്ഡ് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ലൈൻ മാനേജേഴ്സിൻ്റെയും സ്റ്റാഫ് മാനേജേഴ്സിൻ്റെയും കൂട്ടായ പ്രവർത്തനം സഹായിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് ഫസ്റ്റ് വൺ, ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. നമ്മൾ അഞ്ചാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടറാണ് ഇതിൻ്റെ മെയിൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ലൈൻ മാനേജേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് ഓഫ് മാനേജേഴ്സിന് ഒരിക്കലും അതോറിറ്റി എന്ന് പറയുന്നത് ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ മേൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രിൻസിപ്പിൾ ഓഫ് കമാൻഡ് എന്ന് പറയുന്നതോ പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും സബോർഡിനേറ്റ്സിൻ്റെ മേലെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് സ്റ്റാഫ് മാനേജേഴ്സിന് കഴിയില്ല എന്നുള്ളത് ഒരു ഡിഫക്റ്റായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സിന് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്താണ് കാരണം? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആരുടെ പെർഫോമൻസ് മാത്രമേ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. ലൈൻ മാനേജേഴ്സിൻ്റെ മാത്രമേ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടബിൾ ആക്കുന്നുള്ളൂ. സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരിക്കലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അക്കൗണ്ട് ചെയ്യില്ല എന്നുള്ളത് ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഡീമെറിറ്റ്, ലൈൻ മാനേജേഴ്സ് മേ റിസോർട്ട് ടു ഓവർ ഡിപ്പെൻഡൻസ് ഓഫ് സ്റ്റാഫ് മാനേജേഴ്സ്. അത് അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലൈൻ മാനേജേഴ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് മാത്രമാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു തിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ സ്റ്റാഫ് മാനേജേഴ്സിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ലൈൻ മാനേജേഴ്സ് എപ്പോഴും സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്നത്. There is the chance of lack of coordination between line and staff managers. ലൈൻ മാനേജേഴ്സിൻ്റെയും സ്റ്റാഫ് മാനേജേഴ്സിൻ്റെയും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് അവർ തമ്മിൽ കോർഡിനേഷൻ, സ്റ്റാഫ് മാനേജേഴ്സും ലൈൻ മാനേജേഴ്സും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വളരെ കുറവാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ലൈൻ മാനേജേഴ്സ് മേ ബ്ലെയിം സ്റ്റാഫ് മാനേജേഴ്സ് ഫോർ ദ ഫെയിലിയർ ഓഫ് എനി ഓപ്പറേഷൻ. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലൈൻ മാനേജേഴ്സ് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? സ്റ്റാഫ് മാനേജേഴ്സിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതായത് അവരുടെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതിനാണ് ഇവിടെ കൂടുതൽ മുൻതൂക്കം ആര് കൊടുത്തിട്ടുള്ളത്? ലൈൻ മാനേജേഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്പറേഷൻ എന്തെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആര് ഏറ്റെടുക്കേണ്ടി വരും? സ്റ്റാഫ് മാനേജേഴ്സ് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത്.
ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എംപ്ലോയ്മെൻറ്റ് ഓഫ് സ്റ്റാഫ് മാനേജേഴ്സ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സ്റ്റാഫ് മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലൈൻ മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്ടുകളായിരിക്കും, പ്രൊഫഷണൽസ് ആയിരിക്കും. ലെസ് ഇക്കണോമിക്കലാണ്, അതായത് കൂടുതൽ കോസ്റ്റ് അതിന് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൂടുതലായിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും ഇവിടെ ഓരോ ഓർഗനൈസേഷനും ബെയർ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് എന്തൊക്കെയാണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റാഫ് മാനേജേഴ്സിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ലൈൻ മാനേജേഴ്സ് ഓവർ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റാഫ് മാനേജേഴ്സിന് ഓവർലോഡ് വരാനും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിൽ ലെസ് ഇൻട്രസ്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനുള്ള കാരണം എന്താണ് പറയുന്നത്? റിസൾട്ട് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫ് മാനേജേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കൂടുതലായിട്ട് സ്റ്റാഫ് മാനേജേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ലൈൻ മാനേജേഴ്സും സ്റ്റാഫ് മാനേജേഴ്സും തമ്മിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ലൈൻ മാനേജേഴ്സിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന് ഒരിക്കലും നമ്മളുടെ സ്റ്റാഫ് മാനേജേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഡിമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കസ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈൻ ഓർഗനൈസേഷനും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്കറിയാം ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഡയറക്ഷൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് മാത്രമേ പ്രത്യേകത കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈക്വൽ ബാലൻസ് എന്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്? ലൈൻ ഫംഗ്ഷനും അതുപോലെ തന്നെ സ്റ്റാഫ് ഫംഗ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ദർ ഈസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മാനേജർ. ഒരു ടൈപ്പ് ഓഫ് മാനേജർ ഉണ്ടായിരിക്കുള്ളൂ. അവരാരാണ്? ലൈൻ മാനേജേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് മാനേജേഴ്സ്. ഹു ആർ ദേ? ലൈൻ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. രണ്ട് തരത്തിലുള്ള മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ലൈൻ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഒരിക്കലും ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് അഡ്വൈസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് ദ സ്പെഷ്യലൈസ്ഡ് അഡ്വൈസ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഹൈ വർക്ക് ലോഡ് ഔട്ട് ടു ദ മാനേജേഴ്സിന്, അതായത് ഒരു മാനേജറേ ഉള്ളൂ, അതാരാണ്? ലൈൻ മാനേജർ. അദ്ദേഹത്തിന് വളരെയധികം വർക്ക് ലോഡ് വരാനായിട്ടുള്ള ചാൻസ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മോഡറേറ്റ് വർക്ക് ലോഡ് മാത്രമേ ലൈൻ മാനേജേഴ്സിന് ഉണ്ടായിരിക്കുള്ളൂ. അവിടുത്തെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ലൈൻ മാനേജേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജേഴ്സിനും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ തിങ്കിങ് പ്രോസസ്സ് മൊത്തമായിട്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫ് മാനേജേഴ്സാണ്. നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് അവിടെ ഒരു ലൈൻ മാനേജേഴ്സ് മാത്രമേ ലൈൻ ഓർഗനൈസേഷനിലുള്ളൂ. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്. ലൈൻ മാനേജേഴ്സ് ഉണ്ട്, സ്റ്റാഫ് മാനേജേഴ്സ് ഉണ്ട്. അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് നമുക്ക് പറയാവുന്നത് ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു മാനേജർ മാത്രമേ ഉള്ളൂ. അവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ലൈൻ മാനേജേഴ്സിന് പുറമെ സ്റ്റാഫ് മാനേജേഴ്സിനെയും കൂടിയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ലൈൻ മാനേജേഴ്സിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലൈൻ മാനേജേഴ്സിനും സബോർഡിനേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ചില സമയത്ത് സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസും കൂടിയും അവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു മാനേജറേ ഉണ്ടായിരിക്കുള്ളൂ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ 2 മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ലൈൻ മാനേജറും സ്റ്റാഫ് മാനേജറും ഉണ്ടായിരിക്കും. ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് അഡ്വൈസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് അഡ്വൈസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹൈ വർക്ക് ലോഡാണ് മാനേജേഴ്സിന് ലൈൻ ഓർഗനൈസേഷനിലുള്ളത്. അതേസമയം മോഡറേറ്റ് വർക്ക് ലോഡ് മാത്രമേ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിലുള്ളൂ. മാനേജേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ലൈൻ ഓർഗനൈസേഷനിൽ കുറവാണ്, പക്ഷെ അത് വളരെ കൂടുതലാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ. എക്സ്പെൻസ് എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷനിൽ കുറവും ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ കൂടുതലാണ്. കോർഡിനേഷൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഡിഫിക്കൽട്ടും ലൈൻ ഓർഗനൈസേഷനിൽ ഈസിയാണ്. ഇത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ 3 ക്ലാസിഫിക്കേഷനിൽ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലും ഒരു ക്ലാസ്സിലും നമ്മൾ ഇന്നത്തെ ഒരു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഈ ഒരു ഇതോടുകൂടി അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ മോഡൽസ് ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആരൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത് ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്കറിയാം, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. ആ ഫ്രെയിം വർക്കിൽ ഇവിടെ കൂടുതലായിട്ട് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ആരൊക്കെയാണ് ഈ പ്രവർത്തന മേഖലയിലേക്ക് വരുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വെച്ചുകൊണ്ട് അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമുക്ക് ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. An organizational model, also called an organization structure, defines an organization through its framework, includes lines of authority, communication, duties and resource allocations. A model is driven by the organization goals and serve as the context in which process, operate and business is done. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഫങ്ഷൻസ് വരും? അവിടെ ആ പ്രവർത്തന മേഖലയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ അതോറിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻസ്, ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ റിസോഴ്സസ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സസും നോൺ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അലോക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മളിവിടെ ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിലൊരു മോഡൽ ഉണ്ടായിരിക്കണം. ആ മോഡലിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്? ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാനുള്ള ആ സർവീസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തരുന്നതിനെയാണ് നമ്മളിവിടെ ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ദ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് കൺസീവ്ഡ് ആസ് എ സ്ട്രക്ചർ ഓഫ് റോൾസ്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരു ക്ലിയർ സ്ട്രക്ചർ ഉണ്ട്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് റൈസ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് റോൾസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിനെ ഫിക്സ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ തിങ്ക് ചെയ്യുമ്പോൾ തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നതും ഡൂയിങ് പ്രോസസ്സ് എന്ന് പറയുന്നതും രണ്ട് ഫാക്ടേഴ്സാണ് ഈ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ വരുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കൊണ്ട് അവരുടെ ഓരോരുത്തരെയും റിസോഴ്സസ് എന്ന് പറയുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കാറ്റഗറൈസ് ചെയ്യുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് റൈറ്റ് ജോബിന് റൈറ്റ് പേഴ്സണെ തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നെസസറി ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനും കോർഡിനേഷൻ വരത്തക്ക വിധത്തിലുള്ള ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. ഓരോ പ്രൊസീജിയറും അതിൻ്റെ പ്രയോറിറ്റി ബേസിസിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഓരോ പ്രൊസീജിയറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് റിമൂവ് ദ ഒബ്സ്റ്റാക്കിൾസ്. എന്താണ് ഈ ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയുമ്പോൾ? നമുക്ക് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡ്രോബാക്സ്, അതിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഇഫക്റ്റീവ് പെർഫോമൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നതിനെ നമുക്ക് വിജയപൂർണ്ണം നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഒബ്സ്റ്റാക്കിൾസിനെയും റിമൂവ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് എന്ന് പറയുന്നത് ഹൈ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ഡെഫിനേഷനും കൂടിയും നോക്കാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ formal job tasks that are divided, grouped and coordinated, usually based on 6 key elements: work specialization, departmentation, chain of command, span of control, centralization and decentralization and formalization. ഇവിടെ ഡിഫൈൻ ചെയ്തത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് എല്ലാ സ്റ്റുഡൻസിനും പറ്റും. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഫങ്ഷൻസിനെ നമ്മളൊരു ഫോർമലായിട്ട് പ്ലാൻ ചെയ്യാണ്. ആ ഫോർമലായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ഫങ്ഷൻസിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുകയും ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയും വേണം. ആ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നീട് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ കോർഡിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ചെയ്യേണ്ടത് ടോട്ടൽ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം, അതിനുശേഷം കോർഡിനേറ്റ് ചെയ്യണം. അവിടെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 6 കീ എലമെൻറ്റ്സ് ആണ് ഇവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് 6 കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? വർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്, ചെയിൻ ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോൾ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ദ ഫോർമലൈസേഷൻ. ഇതാണ് 6 എലമെൻറ്റ്സ് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതും നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വർക്ക് സ്പെഷ്യലൈസേഷൻ. നമ്മൾ പറഞ്ഞു ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഫങ്ഷൻസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് ലേബറാണ്. അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബറിന് തന്നെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? വർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ജോബിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യലൈസേഷൻ്റെ കാറ്റഗറിയിൽ നമ്പർ ഓഫ് ഡിവിഷൻ ഓഫ് വർക്കായിട്ട് മാറ്റണം. അതായത് നമ്പർ ഓഫ് ജോബ്സ് ആയിട്ട് മാറ്റണം. ഓരോ സ്റ്റെപ്പും ആദ്യം എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രയോറിറ്റി ബേസിസിലാണ് നമ്മൾ ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ചെയ്യേണ്ടത്. അത് തന്നെ ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും സ്പെഷ്യലൈസ്ഡ് നോളേജ് അല്ലെങ്കിൽ ടാലൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് ഓരോ വർക്കും ആരാണോ അത് പൂർത്തീകരിക്കേണ്ടത് അതിൻ്റെ ബേസിസിലായിരിക്കണം ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ നടത്തേണ്ടത്.
അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് സ്പെഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവിഷൻ ഓഫ് ലേബർ. ടോട്ടൽ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളെ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിൽ നിന്നുകൊണ്ട് സ്പെഷ്യലൈസ്ഡ് നോളേജ്, എക്സ്പീരിയൻസ് ആൻഡ് ദ ടെക്നിക്കൽ സ്കിൽ ആൻഡ് ടാലൻറ്റ്, അതിൻ്റെ ബേസിസിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പായിട്ട് തരംതിരിക്കുകയും വേണം എന്നുള്ളതാണ് വർക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെക്കൻഡ് എലമെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റേഷനാണ്. ആദ്യം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും ജോബ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിക്കണം. അത് ആ ഓരോ ഓർഗനൈസേഷനെ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഫങ്ഷൻ ബേസിസിലുണ്ടായിരിക്കാം, പ്രൊഡക്ഷൻ ബേസിസിലുണ്ടായിരിക്കാം, പ്രൊഡക്റ്റ് ബേസിസിലുണ്ടായിരിക്കാം, ടെറിട്ടറി ബേസിസിൽ, അതായത് ബ്രാഞ്ചിൻ്റെ ലൊക്കേഷൻ ബേസിസിലുണ്ടായിരിക്കാം, പ്രൊസീജിയർ പ്രോസസ് വൈസ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനെയും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ചുകളായിട്ടോ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതിനെ ഗ്രൂപ്പായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ വെച്ചിട്ട്, ചിലപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസിങ്, സെയിൽസ്, ഫിനാൻസ് അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലായിരിക്കാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 വീലർ കടയാണെങ്കിൽ അവിടെ സെയിൽസ് ഉണ്ടായിരിക്കാം, സ്പെയർ പാർട്സ് ഉണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ബേസിസിലായിരിക്കാം. ടെറിട്ടറി വൈസ് ഏരിയ വരച്ചിട്ട്, ഇപ്പോൾ തൃശ്ശൂർ, കുന്നംകുളം, ചാവക്കാട് അങ്ങനെ ഒരു ഏരിയ തരംതിരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ബേസ് ആയിട്ടായിരിക്കാം. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ഡിപ്പാർട്ട്മെൻറ്റ് വേറെ, വർക്ക്ഷോപ്പ് വേറെ, പാർട്സിൻ്റെ സെയിൽ വേറെ, അങ്ങനെ പ്രൊഡക്റ്റ് വൈസ് ആയിട്ടും പ്രൊസീജിയർ വൈസ് ആയിട്ടൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിക്കാവുന്നതാണ്. തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് കമാൻഡാണ്. നമുക്ക് ആരിൽ നിന്നാണോ കമാൻഡുകൾ ലഭിക്കേണ്ടത് ആ ലൈൻ മാനേജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തേർഡ് എലമെൻ്റ് നിൽക്കുന്നത്. ഇവിടെ ലൈൻ മാനേജേഴ്സിൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നതിനെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് തരംതിരിക്കുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല സൈഡുകളിൽ നിന്ന് നമുക്ക് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ആരിൽ നിന്നാണോ ഈ കമാൻഡ് കിട്ടുന്നത് അതിന് ഓതറൈസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് അതിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ട് ഓരോ എംപ്ലോയീസിനെയും പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് ഡിലേ വരുത്താതെ ഈസി ആയിട്ട് ഡിസിഷൻ എടുക്കാനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്ന തേർഡ് കീ എലമെൻറ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ ആണ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ വരാനാണ്. അതായത് നമ്മൾ തരംതിരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും വെയർഹൗസ് ഡിപ്പാർട്ട്മെൻറ്റും, അതോടൊപ്പം തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും, ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ലൈൻ മാനേജേഴ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന സബോർഡിനേറ്റ്സിനെ മാത്രമേ നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഈസി കോർഡിനേഷൻ, ഈസി കമ്മ്യൂണിക്കേഷൻ, ഈസി കൺട്രോളിങ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഏതാണ്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഓരോ സബോർഡിനേറ്റ്സിൻ്റെയും ഓരോ വർക്കേഴ്സിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ലെവലിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്ക് ഗൈഡ് ലൈൻസും ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ടാസ്ക് എന്ന് പറയുന്നത്, ടാലൻ്റ് എന്ന് പറയുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചേഞ്ചസ് എന്ന് പറയുന്നതിനെ അഡാപ്റ്റ് ചെയ്യാനും
ആക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തക്ക വിധത്തിലുള്ള ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നത് നടത്തണമെന്നുണ്ടെങ്കിൽ ലൈൻ മാനേജേഴ്സ് ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം? ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നടപ്പിലാക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഓരോ സബോർഡിനേറ്റ്സിൻ്റെയും ജോബ്സിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് അവരെ ഒപ്റ്റിമം ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി പ്രൊഡക്ടിവിറ്റി ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് കീ എലമെൻ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ എയിം ചെയ്യുന്നത് ദ ഡിഗ്രി ടു വിച്ച് ദ ഡിസിഷൻ മേക്കിംഗ് ഈസ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ ഓർ ദ സെൻട്രലൈസ്ഡ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഇവിടെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതെപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെ ചെയ്യണം. അവിടെ മറ്റുള്ളവരുടെ സപ്പോർട്ടോ അഡ്വൈസോ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നടപ്പിലാക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് മേക്സ് ദ കീ ഓർഗനൈസേഷണൽ ഡിസിഷൻസ് വിത്ത് ഹാർഡ്ലി ആൻഡ് ഇൻപുട്ട് ഫ്രം ദ ലോവർ ലെവൽ പേഴ്സണൽ. ലോവർ ലെവൽ പേഴ്സണലിൻ്റെ സജഷൻസ് ഐഡിയാസ് എടുത്തുകൊണ്ട് അതിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യേണ്ടത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി അവർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവിടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് വെൻ പേഴ്സണൽ അറ്റ് ഓൾ ലെവൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് റെലവൻറ്റ് ടു ദെയർ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എക്സിസ്റ്റ്. പാർട്ടിസിപ്പേഷൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നവരുടെ പാർട്ടിസിപ്പേഷൻ എന്തിലൊക്കെ? ഡിസിഷൻ മേക്കിങ്ങിലായാലും പ്രവർത്തനങ്ങളിലായാലും ഐഡിയാസിലായാലും കമ്മ്യൂണിക്കേഷനിലായാലും അവരുടെയും കൂടിയും ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നതിനെ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതേസമയം അവർക്ക് തീരുമാനങ്ങളിൽ എടുക്കുന്നതിൽ പവറില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഒപ്പീനിയൻസ് സജഷൻസ് ഐഡിയാസും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഒരു ഓർഗനൈസേഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ എലമെൻറ്റ് പ്രാക്ടിക്കബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് ഒരു ഓർഗനൈസേഷനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആരാണ് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പാർട്ടിസിപ്പേഷൻ, അതായത് സബോർഡിനേറ്റ്സിൻ്റെയും ഓരോ മെമ്പേഴ്സ് ഓഫ് എംപ്ലോയീസിൻ്റെയും പാർട്ടിസിപ്പേഷൻ എന്തിൽ കൂടിയിട്ടുണ്ട്? നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഉണ്ട് എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ എലമെൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റും കൂടിയും വരുമ്പോൾ അവിടെ കൺട്രോളിങ് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈസി ആക്കാൻ പറ്റുകയും അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂ ചേഞ്ചസ്, ന്യൂ മെത്തേഡ്സ്, ന്യൂ ടെക്നിക്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കൺട്രോളിങ്, കോർഡിനേഷൻ, കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് ക്വാളിറ്റീസ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു എലമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഫോർമലൈസേഷനാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മോഡൽ എന്ന് പറയുന്നത് ഫോർമലൈസേഷനാണ്. ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ജോബ്സ് ആർ ഫോർമലൈസ്ഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്, ലീവിങ് വെരി ലിറ്റിൽ ചോയ്സ് ടു ദ എംപ്ലോയി ഓൺ വാട്ട്, വെൻ ആൻഡ് ഹൗ ദ ജോബ് ഈസ് ടു ബി ഡൺ. എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള പ്രാധാന്യം ആർക്ക് വിട്ടുകൊടുക്കുന്നില്ല? സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് വിട്ടുകൊടുക്കുന്നില്ല. അത് ആരുടെ കമാൻഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ പ്രകാരം ചെയ്യണം? ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ഡയറക്ഷൻ പ്രകാരം ചെയ്യണം. എന്നുണ്ടെങ്കിലും ഫോർമലൈസേഷൻ എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് നമ്മൾ ജോബ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓരോ ഫങ്ഷൻസിൻ്റെയും സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നതാണ്.
സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് അളക്കാനുള്ളതാണ്? മെഷർമെൻറ്റ് ഓഫ് ദ ഡിഗ്രി ഓഫ് പെർഫോമൻസ്. ഓരോ പെർഫോമൻസിൻ്റെയും ഡിഗ്രി മെഷർ ചെയ്യാനായിട്ട് ന്യൂമറിക്കൽ മെത്തേഡിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പാരിസൺ എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മളുടെ ഓർഗനൈസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്തിരിക്കണം? സ്പെഷ്യലൈസ്ഡ് നേച്ചറിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ എലമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 എലമെൻ്റ് എന്ന് പറയുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 6 എലമെൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വർക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ, ദാറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തരം തിരിക്കണം. തേർഡായിട്ട് ചെയ്യേണ്ടത് ആരാണോ അതിൽ കമാൻഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുകയും അവരുടെ കീഴിലുള്ള ആൾക്കാരെ ഡയറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഫോർത്ത് വണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് സ്പാൻ ഓഫ് കൺട്രോളാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ മാത്രമേ ഓരോ ലൈൻ മാനേജേഴ്സിൻ്റെയും കീഴിൽ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഫിഫ്ത്ത് വണ്ണായിട്ട് പറയുന്നത് സെൻട്രലൈസേഷനിൻ്റെ ഡീസെൻട്രലൈസേഷനാണ്. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യണം. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള സബോർഡിനേറ്റ്സിൻ്റെയും കൂടിയും ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തന മേഖലയിലേക്കും കൂടിയും സബോർഡിനേറ്റ്സിനെ എൻഹാൻസ് ചെയ്യുകയും എൻഷുർ ചെയ്യുകയും അവരുടെ കോൺട്രിബ്യൂഷനും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ സെൻട്രലൈസ്ഡ് ഏരിയയിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുകയും ചെയ്യുക. ലാസ്റ്റ് വണ്ണായിട്ടായി പറയാൻ പറ്റാവുന്നത് പെർഫോമൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ലെവലിലേക്ക് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്ന ആ 6 എലമെൻറ്റ്സ് ആണ് മോഡൽ ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് തീർന്നിട്ടില്ല, അത് കണ്ടിന്യൂയിങ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കൂടുതലായിട്ട് പറയാം. നമുക്ക് സമയപരിധികളുണ്ട്, അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള 3rd ക്ലാസിഫിക്കേഷൻ, അതേതാണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൻ്റെ ഡെഫിനിഷൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലെങ്തി ക്ലാസ്സുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് അത് ലെക്ചർ നോട്ട് എടുക്കുകയും അതോടൊപ്പം തന്നെ ഇൻട്രഡക്ഷൻ്റെ സമയത്ത് റിവ്യൂ എഴുതുകയും വേണം. അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കാൻ നോക്കുക. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രഡക്ഷൻ ടൈം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.